ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പോൾ നമ്മൾ 174 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ അപ്പോൾ ഈ അടുത്ത വീഡിയോ ഇട്ടുണ്ടെന്ന് വേറെ എവിടേക്കുമല്ല, ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയതിൻ്റെയാണ് ഞാൻ ഒരു വീഡിയോ മുമ്പിട്ടത്. അപ്പോൾ ആരും കമൻറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് പറയേണ്ട എൻ്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അതേ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിലെത്തി ഞങ്ങൾ തൊഴാനൊക്കെ നിന്നു കേട്ടോ. കാരണം 3:45 ഞങ്ങളവിടെ എത്തി. 4 മണിക്ക് നട തുറക്കുമെന്ന് പറഞ്ഞ കാരണം 3:45 തന്നെ ഞങ്ങളവിടെ നിന്ന് സ്റ്റാർട്ടായി. അപ്പോൾ അത്യാവശ്യത്തിന് വരും ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇതിപ്പോൾ ഈ തുടങ്ങുന്ന നേരത്തെ ക്യൂ ഉള്ളൂ, അത് കഴിഞ്ഞ് വന്ന് നിന്നാൽ ഒരാളും ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഞാൻ അവിടെ വന്ന് നിന്ന് അധികം നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കുഞ്ഞു വീഡിയോ വളരെ റിസ്കി എലമെൻ്റ് ആയിട്ട് എടുത്തത് കേട്ടോ. ഞാൻ ചെയ്യുന്ന റിസ്കിൻ്റെ ഒരു പകുതി പോലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുറ്റമ്പലത്തിലൊക്കെ തൊഴുത് ഒരു ചായ കുടിക്കണമെന്നൊക്കെ തോന്നി. അപ്പോൾ ഞങ്ങൾ തൊഴുത് വേഗം ഓടുകയാണ് കേട്ടോ. ചായ കുടിക്കണം, 4 മണിയായപ്പോൾ ചേട്ടന് ചായ കുടിക്കണം. അപ്പോൾ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് വേഗം തന്നെ ചായ കുടിക്കാൻ പോയി. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊരു അപ്പൂപ്പൻ്റെ പീടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചത്. വളരെ നല്ല അടിപൊളി കടയായിരുന്നു കേട്ടോ. കടയിൽ അധികം സാധനങ്ങളില്ലെങ്കിലും അതെ, ആളുടെ കടയിലത്തെ ആ കേക്ക് എനിക്ക് ഇപ്പോഴും ആ രുചി എൻ്റെ വായിൽ നിന്ന് പോയിട്ടില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു. എൻ്റെ കഴിപ്പ് കണ്ടിട്ട് എൻ്റെ മോളും പറഞ്ഞു, അമ്മ ആ കേക്ക് എനിക്കും വേണമെന്ന്. 2 കേക്കാണ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ കേക്കിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ വായിൽ തങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. നാവുമ്പോൾ തങ്ങി നിൽക്കുന്നുണ്ട്. മക്കൾ ചേട്ടനും മോളും പരിപ്പുവടയും ഉഴുന്നുവടയാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ അവരത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതും കഴിച്ചു കേട്ടോ. കഴിഞ്ഞ് കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. വരുന്ന വഴിക്ക് ചെറിയ ചാറ്റൽ മഴയൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾക്ക്. അത് കഴിഞ്ഞതേ പിന്നെ നമ്മൾ 174 സബ്സ്ക്രൈബേഴ്സായി. അതിന് വളരെയധികം നന്ദി. പിന്നെ ഇതുപോലെ ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് കഴിഞ്ഞ പ്രാവശ്യം വട്ടവടയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ വെറൈറ്റി ധാബയിലാണ് കയറിയത്. ഇപ്രാവശ്യം ഞങ്ങൾ വിജയ് ധാബയിലാണ് കയറിയത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ അതേ പിറകെ വരുന്നുണ്ട്. ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എത്രയും മുമ്പാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. വേറെ ഒന്നുകൊണ്ടും അല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാനിത് പറയണത് തന്നെയാണ് കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇത് വെക്കേഷന് പോയ ട്രിപ്പാണ് കേട്ടോ. ഇപ്പോഴല്ല പോയത്, ഞാൻ വെക്കേഷന് പോയ വീഡിയോസാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇത് വെക്കേഷന് പോയതാണ്. അപ്പോൾ ഇത് മെട്രോ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ പോലെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ കെട്ടിട സമുച്ചയങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ പാലൊക്കെ കടന്നിട്ട് വേണം, അത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വ്യാഴാഴ്ച ആയ കാരണം പിന്നെ എന്താ പറയുക, മുഹറത്തിൻ്റെ മുടക്കോ ബക്രീദിൻ്റെ മുടക്കിനാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ അതേ ഞങ്ങൾ കഴിഞ്ഞ് പോയോണ്ടിരിക്കണം, അമ്പലത്തിൽ തൊഴുത് ഞങ്ങൾ തിരിച്ച് പോയോണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വിജയ് ധാബയിലെത്തി. പഞ്ചാബി ധാബയാണ്. പഞ്ചാബിക്കാരുടെ ഫസ്റ്റ് ചെന്ന തന്നെ അവരുടെ ഒരു ഇതുണ്ട്, മറ്റേ സബോളയും ഇതൊക്കെ കൂടി തരണത്. അത് ഇതേ കഴിഞ്ഞാൽ അവരുടെ മെനു കാർഡാണ്. അതാദ്യം അവൾ നമുക്ക് തരും. സബോളയും നാരങ്ങയും ഉപ്പൊക്കെ ഇട്ടിട്ടൊരു പെപ്പർ എന്തോ ചന മസാലയൊക്കെ ഇട്ടിട്ട് തരും. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഓർഡർ ചെയ്തത് പനീർ ബട്ടർ നാനും പിന്നെ പനീർ കറിയാണ് കേട്ടോ. പനീറാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്, പിന്നെ ബട്ടർ നാനുമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മക്കൾക്ക് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വല്ലപ്പോഴാണ് ഇപ്പോൾ ഹോട്ടലിൽ കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് അവർക്ക് ബിരിയാണി, ഞങ്ങൾ പനീറും ബട്ടർ നാനാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കരുത്.